ഹലോ പാർട്ട് വണ്ണിൽ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ മാത്രമേ കോട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ എല്ലാവരും കോട്ടാണ്. എല്ലാവരും എന്ന് വെച്ചാൽ സിസ്റ്റേഴ്സ് ഉണ്ട്, എൻ്റെ ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ കോട്ടൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണെന്നല്ലേ, എങ്ങോട്ടല്ല, ചുമ്മാ റോഡിലൊക്കെ പോയി വെള്ളമൊക്കെ കണ്ട് ഒന്ന് അതിനിടയ്ക്ക് മഴയൊക്കെ പെയ്താൽ ഒരു സേഫ്റ്റിക്ക് കോട്ടും ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ കോട്ടിട്ടിട്ടുള്ള വീഡിയോസൊക്കെ ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. ശരിക്കും എനിക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്താണെങ്കിലും ഫാമിലി അല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലത്താണെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനാണിത് തുടങ്ങി വെച്ചെന്ന് തന്നെ പറയാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ തന്നെ തുടങ്ങി വെച്ച് എനിക്ക് തന്നെ പണി കിട്ടിയെന്ന് പറഞ്ഞ പോലെയായി. ചെറുതായിട്ട് എൻ്റെ ചെരുപ്പൊന്ന് പൊട്ടി. സംഭവം നനയ്ക്കാൻ പറ്റാത്ത ചെരുപ്പായിരുന്നു. അന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫുൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേ എനിക്കറിയാം ഇതിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് വന്നതല്ല. എവിടെയാണോ വെള്ളമുള്ളത് അവിടെ നിന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ എത്തിയ ഉടനെ എൻ്റെ പൊട്ടി ചെരുപ്പൊക്കെ അവിടെ മാറ്റി വെച്ചു. പിന്നെ എല്ലാവരും കൂടെ ചെരുപ്പൊക്കെ അവിടെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 2-3 മണിക്കൂർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങൾ മാത്രമല്ല, കണ്ടില്ലേ, കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത 2 ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. 2 ബ്രദേഴ്സാണ്. ഒന്ന് എൻ്റെ അനിയനും ഒന്ന് എൻ്റെ മാമൻ്റെ മോനും. അപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ തൽക്കാലത്തേക്ക് ഞങ്ങൾ അവനെ ഒരു വീഡിയോഗ്രാഫറായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. മറ്റേ ആളുടെ കയ്യിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ടേക്ക് അറിയാൻ വേണ്ടിയിട്ട് അവനെയും നിയമിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതെൻ്റെ പൊട്ടിയ ചെരുപ്പുമായി തിരിച്ചു പോകുകയാണ്. പിന്നെ ഇതാ എല്ലാവരും ഓടുന്ന കണ്ടിട്ട് നിങ്ങളത് പേടിക്കേണ്ട, വേറെ ഒന്നല്ല. അവിടെ ബ്രദറിൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാനുള്ള ഓട്ടമായിരുന്നു. എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത്. അപ്പം അതിനുശേഷം മനസ്സിലായപ്പോൾ ഞാൻ ഓടി. ചെരുപ്പില്ലാത്ത കാലം കൊണ്ടാണ് ഞാൻ അവിടെ വരെ ഓടി എത്തിയത്. അപ്പോൾ അതിൽ കാര്യമില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ടേനെ. അങ്ങനെ എല്ലാവരെയും എങ്ങനെയൊക്കെ കൊള്ളിച്ചെന്ന് പറയാം. പക്ഷേ 2 പേര് ഇപ്പോഴും ബാക്കിയാണ്. നേരത്തെ പറഞ്ഞ 2 പേരിനെ അവർക്ക് കയറാൻ സ്ഥലമില്ല. അപ്പം അവർ 2 നടന്നു. മൊത്തത്തിൽ ഈ ഒരു ഡേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. രാവിലത്തെ ഒരു മഴേൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ആ മഴ തന്നെയായിരുന്നു അറ്റ് ദ എൻഡ് ഞങ്ങൾക്ക് ഹാപ്പിനെസ് തന്നെന്ന് പറയാൻ വേണമെങ്കിൽ. എനിക്ക് നടക്കാനാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.